നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്മാരക ഗ്രന്ഥശാല ഉദ്ഘാടനവും മെറിറ്റ് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. കൊട്ടാരക്കര നഗരസഭാ അങ്കണത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എസ്.ആർ. രമേശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരംഭിക്കണമെന്ന് കഴിഞ്ഞ വർഷം തീരുമാനിക്കുകയും ആവശ്യമായ ഫണ്ട് വകയിരുത്തുകയും. അപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനമാകുന്ന തരത്തിലാണ് പ്രവർത്തനം സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൻ്റെ സ്വാഗതം സൂചിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ പ്രിയങ്കരിയായ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി വനജ അജീവ്. നമ്മുടെ ബഹുമാന്യനായ മന്ത്രി 1 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായി കിട്ടിയ ആ 1 കോടി രൂപ വെച്ച് നമ്മളൊരു കൊച്ച് അംബേദ്കർ ഗ്രാമമാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ആവശ്യമായ റോഡുകൾ, വീടുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, ശുചിമുറികൾ, വൈദ്യുതി, കുടിവെള്ളം, എല്ലാ മേഖലകളും തൊട്ട് പൂർണ്ണമായി നല്ലൊരു ഗ്രാമം സൃഷ്ടിക്കാനുള്ള ആദ്യത്തെ നടപടികൾ ഇന്നലെ ആരംഭിച്ചു. അതിന് പ്രയത്നിച്ച നമ്മുടെ ഉദ്യോഗസ്ഥര്, നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്, നമ്മുടെ ചെയർമാന്, അവരോടെല്ലാം ഉദ്യോഗസ്ഥര്, മറ്റംഗങ്ങളെല്ലാവരോടും അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. പക്ഷേ ഇതിനെല്ലാം ജനപങ്കാളിത്തം ആവശ്യമാണ്. ഒരു നല്ല കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് സമയപരിധിക്കുള്ളിൽ തീർക്കാൻ പറ്റത്തുള്ളൂ. അതിൽ അത്യാവശ്യം വേണ്ടുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂല നിലപാടാണ്. പല കാര്യങ്ങളും സമയബന്ധിതമായി നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല. അതിനെല്ലാം വഴി കേൾക്കേണ്ടി വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും ജനപ്രതിനിധികളുമാണ്. നമ്മുടെ IHRD കോളേജ് നമുക്കറിയാം, എഞ്ചിനീയറിംഗ് കോളേജിൽ പിള്ളേരെ കുറഞ്ഞു വരികയാണ്. പക്ഷേ അവിടെ ഒരു അപ്ലൈഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ 4-5 കോഴ്സുകൾ അവിടെ കൊണ്ടുവന്നു. ഈ വർഷവും 2 കോഴ്സുകൾ അധികം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല താങ്ങും തണലുമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ സ്കൂളുകൾ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം അനുവദിച്ചു തന്നത്. തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് നല്ലൊരു ചവിട്ടുപടിയായിട്ട് വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാൻ അദ്ദേഹം സാധിച്ചു. എന്ന നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ലൈബ്രറി ഇവിടെ ആരംഭിക്കുകയാണ്. അയ്യങ്കാളി ദിനത്തിലാണ് ഇത് എന്നുള്ള പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചതാണ് കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ശ്രീ അയ്യങ്കാളി. ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ച സാമൂഹ്യ നവോത്ഥാന പ്രവർത്തകരുടെ കൂട്ടത്തിൽ ശ്രീ അയ്യങ്കാളി നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നിരവധി സാമൂഹ്യ പരിഷ്കരണ നേതൃത്വം ഉണ്ടായിരുന്നു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രാജ്യത്തിന് പുറത്തും ഈ നവോത്ഥാനത്തിൻ്റെ സന്ദേശവും ജാതി വ്യവസ്ഥിതിയുടെ മോശപ്പെട്ട അംശങ്ങളും ഒക്കെ വിശദീകരിച്ച് നന്നായി പഠിച്ച് ലോകത്തിന് മുന്നിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ നമ്മുടെ ഭരണഘടനാ ശില്പി അംബേദ്കറുടെ പേരിലാണ് ഈ ലൈബ്രറി എന്നുള്ളത് വളരെ അവസരോചിതമാണ്. അപ്പോൾ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവർക്ക് അവരുടെ മെറിറ്റ് അവാർഡിന് അവരെ അഭിനന്ദിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഡോക്ടറുടെ സേവനത്തിനാണ് അദ്ദേഹത്തിന് ഇവിടെ അഭിനന്ദനം നൽകുന്നത്. വായനശാല എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിക്കകത്ത് ഇപ്പോൾ ഒരെണ്ണം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം പഠനവുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലൈബ്രറി സംവിധാനം കൂടുതൽ വിപുലമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഞാൻ പറയുകയായിരുന്നു, പുതിയ മുനിസിപ്പൽ ഓഫീസ് തൊട്ടപ്പുറത്ത് ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ വിപുലമായ സൗകര്യമുള്ള
ഒരു 6-7 നില വലിപ്പത്തിലുള്ള നമുക്ക് KIP-യുടെ സ്ഥലത്തിൽ 50 സെന്റ് സ്ഥലം ഇപ്പം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ആശംസകൾ. കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായി വിവിധ ടീമുകളെ നഗരസഭയ്ക്ക് വേണ്ടി വാർത്തെടുക്കുന്നതിനാവശ്യം പ്രവർത്തനം നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് ഗെയിം ഫെസ്റ്റിവൽ നടക്കാൻ വേണ്ടി ഓണത്തിന് ശേഷം നടക്കുകയാണ്. ഈ നിലയിൽ വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നഗരസഭ ഏറ്റെടുക്കുന്നു. നമ്മുടെ ഈ ലൈബ്രറി ഇന്ന് മഹാത്മാ അയ്യങ്കാളി ദിനമാണ്. അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 1904 ദളിതർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്കൂൾ ആരംഭിച്ചത്. ദളിതർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനും സ്കൂളിൽ പോകുന്നതിന് അവകാശമില്ലാത്ത കാലത്ത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലില കൊയ്യാൻ വേണ്ടി ഞങ്ങളില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വലിയ നവോത്ഥാന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാവാണ് അയ്യങ്കാളി. ഒരു വായനശാലയെ കുറിച്ച് എന്താ ഒരു കഥ പറയുക. അപ്പൊ ജോസഫ് കൈമാമ്പറമ്പൻ കഥയെ അവതരിപ്പിക്കുകയാണ്. പട്ടിക്കാട് പോലുള്ള ഒരു ഗ്രാമത്തിൽ വായനശാല ആരംഭിക്കാൻ 3-4 ചെറുപ്പക്കാർ കൂടി തീരുമാനിക്കുന്നു. അതിലെ ജോസഫ് കൈമാമ്പറമ്പന്റെ ആ കഥാപ്രസംഗത്തിലെ ആദ്യത്തെ വരികൾ ഇതാണ്: ഞാനും കബീറും സരളയും സോമനും ചേർന്നു പ്രവർത്തക സംഘം. ഇത് അദ്ദേഹത്തിന്റെ വായിലൂടെ കേട്ടെങ്കിലേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ ചപ്പളാങ്കട്ടേക്ക് അടിച്ച് ഈ വരി ഇങ്ങനെ ചൊല്ലുകയാണ്: ഞാനും കബീറും സരളയും സോമനും ചേർന്നു പ്രവർത്തക സംഘം. വായനശാല ഉണ്ടാക്കാനാണ്. അങ്ങനെ അവർ വൈകുന്നേരം പിരിവിനൊക്കെ ഇറങ്ങുകയാണ്. പിരിവിനൊക്കെ ഇറങ്ങുമ്പോൾ ആദ്യം നേരെ വരുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് തലയെക്കെട്ടുമൊക്കെ കെട്ടി മുണ്ടും മടക്കി കൊടുത്ത് ഒരു അരപ്പരുവത്തിൽ വരുന്ന ഒരു തൊഴിലാളിയാണ്. നന്നായി മദ്യപിച്ചിട്ടുണ്ട്. പക്ഷെ മദ്യപിക്കുമ്പോഴും അയാൾ അമ്മായിയപ്പൻ്റെ മദ്യപാനത്തെക്കുറിച്ചാണ് കുറ്റം പറയുന്നത്. പാട്ടും പാടിയാണ് വരുന്നത്. മൂപ്പിലാനെ കണ്ടു ഞാൻ പോണ പോക്കിൽ തോർത്തൊടുത്തു കുപ്പിയുമായി ഷാപ്പിലേക്ക്. എൻ്റെ ഭാര്യ ജാനുവിൻ്റെ തന്തയാണയാൾ, എൻ്റെ അമ്മ പാറുവിൻ്റെ ചേട്ടനാണയാൾ, മോശമാണയാൾ, മഹാകുടിയനാണയാൾ, അടിച്ചിറക്കും ഇന്നയാളെ വീട്ടിൽ നിന്നു ഞാൻ. ഈ പാട്ടും പാടിക്കൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹവും കുടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ വായനശാല പ്രവർത്തന സംഘം അത് ചേർന്ന് കാണുന്നത്. അപ്പൊ ചോദിച്ചു, ഇത് പിള്ളേരെ കണ്ട ഉടനെ, വിദ്യാഭ്യാസമൊക്കെ ഉള്ള ചെറുപ്പക്കാരെ കണ്ട ഉടനെ ഇദ്ദേഹം തലയെക്കെട്ട കഴിച്ചു, മുണ്ടിന്റെ മടക്കമൊക്കെ കഴിച്ചിട്ടു, കാല് നേരെ നിൽക്കത്തില്ലെങ്കിലും നേരെ എന്താ കുട്ടികളെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ വായനശാല ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, അതിനെന്തെങ്കിലും സംഭാവന. ഉടനെ ഈ മദ്യപാനി പറയുകയാണ്, 2 രൂപ എൻ്റെ സംഭാവന. നിങ്ങൾ ആലോചിക്കണം, അന്ന് ഒരു കൂലി വേലക്കാരന് 1 രൂപ പോലും ശമ്പളം കിട്ടാത്ത കാലമാണ്. 8 അണ 10 അണ 12 അണയൊക്കെ ശമ്പളം കിട്ടും. അന്നാണ് ഒരു കൂലി വേലക്കാരൻ പറയുന്നത് 2 രൂപ കൊടുക്കാൻ. കാരണം ഇത് വായനശാലയാണ്. അപ്പൊ ഇത് ചേട്ടൻ തരാൻ തന്നെയാണോ? തീർച്ചയായിട്ടും 2 രൂപ ഞാൻ തരൂ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഉറപ്പൊക്കെ കൊടുത്തിട്ട് പോകുന്നു. വീണ്ടും ഈ വായനശാല പ്രവർത്തന സംഘം നാട്ടിലുള്ള ഏറ്റവും ധനികനായ മനുഷ്യന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ധനികനാകുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകത ഉണ്ടാവും, ലുബ്ധ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇദ്ദേഹം ലുബ്ധനുമാണ്. ആ ധനിയന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് അവർ ഈ കബീറും സോമനും സരളയും ഒക്കെ കൂടെ കയറി ചെല്ലുമ്പോ അവിടെ ഈ ധനിയൻ ഈ ലുബ്ധനും ഭാര്യയുമായിട്ട് ഭയങ്കര വഴക്ക് നടക്കുകയാണ്. വഴക്കിന്റെ കാരണം എന്താണെന്നറിയാം? വളരെ തമാശയുള്ളതാണ്. അടുപ്പി തീ കത്തിക്കുന്നതിന് 1 തീപ്പെട്ടിക്കോലടിച്ചാൽ പോരെ, എവള് 2 തീപ്പെട്ടിക്കോലടിച്ചു. തീപ്പെട്ടിക്കോലൊന്നു കൂട്ടിയുരച്ചിവൾ വല്ലാത്ത നഷ്ടം വരുത്തി. 1 തീപ്പെട്ടിക്കോലൊടിക്കുന്നതിന് പകരം 2 തീപ്പെട്ടിക്കോലടിച്ച് വല്ലാത്ത നഷ്ടം വരുത്തി. ഇവളെങ്ങനെയാ വീട് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക്.
ഈ വഴക്കും കേട്ടോണ്ടാണ് ഇവർ ചെല്ലുന്നത്. വഴക്ക് കേട്ടപ്പോഴേ ഇവർ തീരുമാനിച്ചു ഇനി ഇവിടെ നിൽക്കണ്ട. ഭാര്യ അബദ്ധത്തിൽ ഒരു തീപ്പെട്ടിക്കുള്ളിൽ ഒരച്ചു പോയതിന് വഴക്കുണ്ടാക്കുന്ന ഇദ്ദേഹം എന്തെങ്കിലും തരുമോ യാഗശാലയ്ക്ക് വേണ്ടി? അങ്ങനെ ഇവർ മടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഈ കാരണം ഒരു വീട്ടിൽ പുറത്തോട്ടിറങ്ങി വരികയാണ്. പുറത്തോട്ടിറങ്ങി വന്ന് ഈ പിള്ളേരെ കണ്ടു. വിളിച്ചു, എന്താ മക്കളെ പറഞ്ഞ കാര്യം? നിങ്ങളെ കാര്യം പറ. അപ്പോൾ ഇവര് മടിച്ചു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ വായനശാലയൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുക. നല്ല കാര്യമല്ലയോ? എന്നിട്ട് ഈ പരമലുബ്ധനായ മനുഷ്യൻ പറയുകയാണ്, മക്കൾ വായനശാല ഉണ്ടാക്കിക്കോ, 100 രൂപ ഞാൻ സംഭാവന തരാം. സത്യത്തിൽ ഈ പ്രവർത്തകന് ഞെട്ടിപ്പോയി. അന്ന് 100 രൂപ കൊടുത്താൽ 10 സെന്റ് ഭൂമി വാങ്ങാൻ പറ്റും. ഇത്തരത്തിലൊരു കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി, വായനശാലയ്ക്ക് വേണ്ടി കഥ പറഞ്ഞ് നടന്ന ഒരു കഥാപാത്രമാണ് ശ്രീ ജോസഫ് കൈമാമ്പറമ്പൻ.